കൊഞ്ചിവ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ റെഡിയാവുകയാണ്, ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് നമുക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ജോലിയുടെ കാര്യം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, എന്ത് ജോലിയാണ്, വിസയുടെ കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും രാവിലെ ഫുഡ് കഴിക്കാൻ പോകണമല്ലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് ഷെയർ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ഞാൻ ഇന്നലെ ബാക്കി വിശേഷങ്ങൾ പറയാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. അപ്പം നമ്മൾ 2500 ജാപ്പനീസ് യെൻ ചീപ്പാണെങ്കിലും നമുക്ക് നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ. വൈഫൈ ഉണ്ടായിരുന്നു, ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ ഗൈഡ് ലൈൻസിന് വേണ്ടിയിട്ട് വിസിറ്റേഴ്സൊക്കെ ആണെങ്കിലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാം. എനിക്ക് നന്നായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ചും റെഡിയാവാൻ വേണ്ടി ടവലൊക്കെ എടുത്തുകൊണ്ട് ടോയ്ലറ്റിലേക്ക് വന്നതാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കുളിക്കണം. അപ്പോൾ കുളിക്കാൻ വേണ്ടി വന്നപ്പോൾ ബാത്റൂമൊക്കെ എല്ലാം നല്ലതാണ് കേട്ടോ, നീറ്റാണ്. ചൂടുവെള്ളം തണുത്തവെള്ളം ഉണ്ട്, നമുക്ക് ലോഷനും കാര്യങ്ങളും സോപ്പ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഷവർ എല്ലാം അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ചീപ്പ് റേറ്റിലായതുകൊണ്ട് സൗകര്യങ്ങൾ കുറവായിരിക്കും. അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് സാധാരണ ഒരു ഹോട്ടലിൽ പോയാൽ കിട്ടാവുന്ന അത്രയും നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നമുക്ക് പുറത്തേക്ക് പോകണം. ഇന്നും കൂടി വെയിറ്റ് ചെയ്തിട്ട് വേണം ജപ്പാൻകാരെന്നെ വിളിക്കോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിനെ പറ്റിയും ഇവിടുത്തെ വിസകളെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇനി കുളിച്ച് റെഡിയായിട്ടൊന്ന് മാറണമല്ലോ. അപ്പോൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്ക് 11 മണിക്കാണ് ഇവിടെ ചെക്കൗട്ട് ചെയ്യേണ്ടത് കേട്ടോ. 3 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഞാൻ വൈകിട്ട് തന്നെയാണ് ചെക്ക് ഇൻ ചെയ്തത്. അപ്പം പിന്നെ ടോക്കിയോയിൽ പോയിട്ട് വന്നു. ലഗേജ് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു റൂം നോക്കിയത്. പിന്നെ നമുക്ക് 11 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഉറക്കമൊന്നും ശരിയായില്ല കേട്ടോ. ഫസ്റ്റ് ഡേ ഒട്ടും ശരിയായില്ല. എൻ്റെ ഫേസ് കണ്ടിട്ട് എനിക്ക് തന്നെ എന്താ പോലെ തോന്നുന്നു. അവിടെ ഫേസ് ഭയങ്കര എന്താ പോലെ ഇരിക്കണം. അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് ഇറങ്ങുവാണ്. പിന്നെ ഇന്നലെ നമ്മൾ മേടിച്ചില്ലായിരുന്നു ലെമണിൻ്റെ ഒരു ഡ്രിങ്ക്, അതിൻ്റെ ഒരു പെറ്റ് ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊണ്ടേ കളയാനുണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും ഇങ്ങനെ പാക്ക് ചെയ്ത് എല്ലാം എടുത്തോ. ഇനി തിരിച്ച് വരാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും മറന്നുപോയാൽ. അതുകൊണ്ട് ടെൻഷൻ അടിച്ച് ഓരോ കാര്യങ്ങൾ എടുക്കാതെ എല്ലാം സാവധാനം പയ്യെ അടുക്കി പറക്കി എല്ലാ സാധനങ്ങളും എടുത്തു. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എയർപോർട്ട് അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മറന്നു വയ്ക്കാൻ പാടില്ലല്ലോ. മറന്നു പോയാൽ നമുക്കിനി ഇവിടെ കയറിയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെയും ബുക്ക് ചെയ്തിട്ട് വേണം ചിലപ്പോൾ. അങ്ങനെയൊക്കെ നൂലാമാലകൾ പലതും കാണും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച അകത്തുപയോഗിച്ച സ്ലീപ്പർ അവിടെ കളഞ്ഞു. പിന്നെ നമ്മുടെ പെറ്റ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അത് താഴെ നമ്മൾ ഇന്നലെ കാണിച്ച വെൻഡിങ് മെഷീനില്ല, അതിൻ്റെ അകത്ത് ഇടാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ റെഡിയായിട്ട് ഇറങ്ങുവാണ്. എൻ്റെ വലിയ ട്രൈപോഡൊക്കെ മറ്റേ ലഗേജുള്ള പെട്ടിയിലായിരുന്നു കേട്ടോ, മഞ്ഞ പെട്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ ചാരിയൊക്കെ വെച്ചിട്ട് 1-2 വീഡിയോസ് ഇങ്ങനെയൊക്കെ ക്ലിപ്പ് എടുത്തു. നമ്മൾ നടന്നു വരുന്നു പോകുന്നു അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ വലിയ ട്രൈപോഡ് തന്നെ വേണമല്ലോ. 2 ട്രൈപോഡുണ്ട്, ഒരു മീഡിയം സൈസും ഒരു വലിയ സൈസും പിന്നെ ഒരു പോക്കറ്റ് ട്രൈപോഡും ഉണ്ട്. അതൊരു ചേച്ചി എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ് കേട്ടോ. നമ്മുടെ ഒരു യൂട്യൂബർ ചേച്ചിയാണ്, സുബിത എന്നാണ് പേര്. അപ്പം അങ്ങനെ ഇങ്ങോട്ട് വരുന്ന നേരത്തെ ഒരു ഗിഫ്റ്റും കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു, ജസ്റ്റ് ഒന്ന് റെഡിയായി. പിന്നെ ഭയങ്കര വെയിലാണല്ലോ, സൺസ്ക്രീനൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല. ഇനി പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം കോൾ ചെയ്ത് ഇങ്ങനെ നിന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ പിന്നെയും കഴിഞ്ഞു. 11 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി 11:30, 11:45, 12 മണിയായി. പിന്നെ ഇവിടുന്ന് തക്കദാനോബാബയ്ക്ക് പോകണം. അവിടെ നിന്ന് നമ്മൾ ഷിഞ്ചുക്കൂനാണ് പോകുന്നത്. അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പോകാറുള്ള റെസ്റ്റോറൻറ്റില്ലേ, ഫേവറേറ്റ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഞാൻ എത്ര വർഷമായിട്ട് അവിടെ പോകുന്ന സെയിം ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറി അവിടെ പോയി അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാനും പറ്റുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ട്രെയിൻ കയറാൻ നിന്നപ്പോൾ വലിയ ആൾക്കാരോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഇനി ഒരു ട്രെയിനും കൂടി മാറി കയറണം, അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ഈ സൈഡിലിട്ടേക്കുന്ന ബാഗില്ല, അതിനും അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിനകത്ത് അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കേണ്ട ബ്രഷും കാര്യങ്ങളും അങ്ങനത്തെ ഡെയിലി യൂസിനുള്ള സാധനങ്ങളുള്ളതുകൊണ്ട് പിന്നെയും ഇത് ചുമക്കാനൊരു ഇതുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മുണ്ടും കാര്യങ്ങളും ഷർട്ടും ടീഷർട്ടുകളും ഒത്തിരി ഉണ്ട്. നമുക്ക് എപ്പോഴും യൂസ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കാൻ ഒരു ഇതുമില്ല. അതുകൊണ്ടാണ് ലഗേജ് നമ്മൾ ലോക്കറിൽ വെച്ചത്. അപ്പോൾ എന്തായാലും ട്രെയിൻ കയറി നമ്മൾ ഷിഞ്ചുക്കൂവിൽ ഇറങ്ങാൻ പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയത്താണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നിൽക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലായിരുന്നു. ബാഗും പിടിച്ചുകൊണ്ട് നിൽക്കുമല്ലോ, അപ്പോൾ ഒതുങ്ങിയൊക്കെ നിൽക്കണം. അവിടെ നിന്നൊക്കെ ഓരോ സ്റ്റെപ്പ് എത്തുമ്പോൾ ആൾക്കാർ കയറും. നമുക്ക് പിന്നെ അധികം ദൂരമൊന്നും പോകാനില്ലായിരുന്നു. 1-2 സ്റ്റോപ്പുകൾ മാറിയിട്ടുണ്ടെങ്കിൽ ഷിഞ്ചുക്കു എത്തുമായിരുന്നു. അങ്ങനെ നമ്മൾ ഷിഞ്ചുക്കു ഇറങ്ങി. എന്തൊരു തിരക്കാന്ന് നോക്കി. രാവിലത്തെ പരിപാടി കഴിയുമ്പോൾ പിന്നെ തിരക്ക് കുറയുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോൾ വന്നാലും ഒരു സമയത്തൊക്കെ ഇതുപോലെ നല്ല തിരക്കൊക്കെ ഉണ്ടാവും കേട്ടോ. രാത്രിയൊക്കെ ഭയങ്കര തിരക്കാണെന്നറിയോ. തൃശ്ശൂർ പൂരത്തിനുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതിൽ കൂടെ പോയിട്ട് നമ്മൾ വെസ്റ്റ് എക്സിറ്റിൻ്റെ അവിടെയുള്ള ലോക്കറിലാണ് നമ്മുടെ ലഗേജ് വെച്ചിരിക്കുന്നത്. അതുവഴിയാണ് നമ്മൾ പോകാനും പോകുന്നത്. അപ്പോൾ ചുമ്മാ ഒന്ന് ലോക്കർ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ലോക്കറിൽ 2 ദിവസമായിട്ട് പെട്ടി അവിടെ ഇരിക്കുവാണല്ലോ.
അപ്പോൾ അതുവഴി ഒന്ന് കണ്ണോടിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എക്സിറ്റ് വഴി പോകാൻ തുടങ്ങുവാണ്. ഇവിടെ കുറച്ച് പരസ്യങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഒരിടയ്ക്ക് ഇത് വന്ന സമയത്താണെന്ന് തോന്നുന്നു ഒത്തിരി പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് തിരക്കില്ലാതെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ മുഴുവൻ ആൾക്കാരായിരിക്കും ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ തിരക്കില്ലാണ്ട് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു എന്നുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും രാമൻ കഴിച്ചിട്ട് കുറച്ചായിട്ടോ. കുറച്ചെന്നല്ല, കുറേ ആയി. അല്ലാതെ ഈ റെഡിമെയ്ഡ് രാമനില്ലേ, ചൂടുവെള്ളം ഒഴിച്ചിട്ട്, അതൊക്കെ ഞാൻ കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടല്ലോ കമ്പനിയിൽ ജോലിക്കിടയിലൊക്കെ. ടെഞ്ച് മറന്നു പോയിട്ടുണ്ടെങ്കിലൊക്കെ. പിന്നെ ഒരു രാമൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പേര് തോൺഗോട്സ് എന്നാണ്. പോർക്കിൻ്റെ ബോൺ ബ്രോത്തില്ലേ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ രാമേനുള്ളത്. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ ടിക്കറ്റ് മെഷീൻ ഉണ്ട്. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, ടിക്കറ്റ് മെഷീനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, എന്നിട്ട് കയറിയിരുന്ന് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വന്നോളൂ. അപ്പോൾ പുതിയ 1000 ഇങ്ങനെ കേട്ടോ. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് 1000 ഇങ്ങനെ അല്ലായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. 1 2 ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എങ്ങാണ്ട് പുതിയതായിട്ട് വന്നിട്ടേ ഉള്ളൂ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. തെറ്റ് പറ്റണ്ടല്ലോ. പിന്നെ എൻ്റെ പഴയ പേഴ്സ് കണ്ടോ, അത് വീട്ടിലിരുന്ന് കുറേ നാൾ പൂപ്പലൊക്കെ പിടിച്ച് പോയായിരുന്നു. പക്ഷേ അത് കളയാൻ തോന്നിയില്ല. ഞാൻ തുടക്കകാലത്തുള്ള പേഴ്സല്ലേ, നമ്മുടെ യൂട്യൂബ് മണി കിട്ടിയപ്പോഴൊക്കെ, ആദ്യമായിട്ട് വരുമാനം കിട്ടിയപ്പോഴൊക്കെ ഈ പേഴ്സിൽ പൈസ ഇടുന്നൊക്കെ ആയിട്ടല്ലേ കാണിച്ചേക്കണേ. അങ്ങനെ പിന്നെ ഒരു കോര വന്നു, അതായത് കോളയ്ക്കാണ് ഇവിടെ കോര എന്ന് പറയുന്നത്. നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെ കുടിച്ചെൻ്റെ വയറ് കയറിയെന്നുള്ളതുകൊണ്ട് 2-3 സിപ്പ് എടുത്തിട്ട് ഞാൻ രാമേന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇവിടെ കുറേ സ്പൈസസും കാര്യങ്ങളും രാമേനിൽ ചേർക്കുന്ന ഒത്തിരി സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെയൊന്നും ടേസ്റ്റ് മാറ്റണം, അങ്ങനെയൊന്നും താല്പര്യമില്ല. എനിക്ക് അതൊന്നും കറക്റ്റായിട്ട് ചേർക്കാനും അറിയത്തില്ല. നമ്മൾ രാമേൻ അധികം കഴിക്കാറില്ല, അതുകൊണ്ട്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഇവിടെ കേസ് കഴിഞ്ഞ സമയമല്ല, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കായിട്ട് സമയത്ത്. അപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റി. പിന്നെ നമ്മളിപ്പോൾ കോര മേടിച്ചില്ലെങ്കിൽ നമുക്കിവിടെ തണുത്ത വെള്ളം ഉണ്ടാവും. പുറത്തിങ്ങനെ നല്ലൊരു അടഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ഇങ്ങനെ പുറത്തെ കാഴ്ചകൾ കാണാൻ പാകത്തിന് വേണമെങ്കിൽ ഒരു സൈഡിലൊക്കെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ നമ്മുടെ രാമൻ വന്നു. സാധാരണ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഇവിടുന്ന് കഴിക്കാറുള്ളൂ. പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താണ് പറയേണ്ടത്, നല്ല ഈ സൂപ്പ് ആദ്യമേ കുടിച്ച് തീർക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം. കാരണം ഇത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ എങ്ങനെയാലും അത് കുടിച്ച് വറ്റിക്കണം, എന്നിട്ട് രാമൻ കഴിക്കണം എന്നുള്ളൊരു വലിയൊരു ടാസ്ക്കാണ്. ഞാൻ തന്നെ അങ്ങനെ ചിന്തിക്കും. അങ്ങനെ ഇച്ചിരി ആയിട്ട് കുടിച്ചു തുടങ്ങി. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നാവിലേക്ക് ആ ഒരു ചൂട് ചെല്ലുമ്പോൾ തന്നെ നല്ല രുചിയാണ്. ഈ ഒന്നാമത് ഇങ്ങനെ വന്നതല്ലേ, ഒത്തിരി ടയേർഡായിട്ട്. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുടിച്ച് തീർത്തിട്ട് നമുക്ക് നൂഡിൽസൊക്കെ ഒന്ന് കഴിച്ചു തുടങ്ങാം. ഓൺ വോയിസിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുക എന്നുള്ളത് അത്ര ഒട്ടും മാനേഴ്സ് അല്ല കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു എക്സ്പ്രഷൻ ഒരുപാട് കോരി മെഴുകാരൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ ശ്രമിക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ അങ്ങ് പോവാം ഇപ്പം. അപ്പം ചോപ്സ്റ്റിക്ക് പിന്നെയും പഴയ ആയുധങ്ങൾ കയ്യിലെടുത്തു. ഇത് കോൺഫിഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്ക് ഡൗട്ടായിരുന്നു കേട്ടോ. കാരണം 2 വർഷമൊക്കെ ആയില്ലേ ഇതിങ്ങനെ കൈപ്പിടിച്ച് നോക്കിയിട്ട്. അപ്പോൾ നമുക്കത് പാങ്ങായിട്ട് വരുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ മാനേജ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സെറ്റാവും കേട്ടോ. ഞാൻ വേണമെങ്കിൽ എന്നോട് അന്നൊക്കെ ചോദിക്കാനും കുറേ പേര് ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യണം പഠിപ്പിക്കാൻ. ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ഒരെണ്ണം ചെയ്യാം. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് എളുപ്പമാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഫേസ് ഇരിക്കുന്നുണ്ടോ, ആ ക്ഷീണവും ഉറക്കത്തിനായിട്ട് ഇതൊക്കെ ആയിട്ട് ഇതായിട്ടിരിക്കുകയാണ്. ചില റീൽസിലൊക്കെ ഈ മൊയിൽ പോലത്തെ ഒരു ജീവി ഇങ്ങനെ പച്ചപ്പുല്ല് വലിച്ച് തിന്നില്ല, അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ പോർക്കിൻ്റെ ആ ഒരു ഇതില്ലേ ബ്രോത്ത്, അതും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് അവർ അതിൻ്റെ അകത്ത് 2 പീസ് വെക്കുന്നത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബാക്കിയും കൂടി കഴിച്ച് തീർക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന പുറത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ ഷെയർ റൂമിനകത്തുനിന്ന് വോയിസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ ആളുകൾ പോകുന്നുണ്ട്, അതാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗുപ്തന് ഊതി ചായ കുടിക്കാനായിരുന്നു ഇഷ്ടം എന്ന് പറയുന്ന പോലെ ഞാൻ രാമൻ ഊതി അങ്ങ് കുടിച്ചു. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നാട്ടിൽ വെച്ച് ഞാൻ അധികം സൂപ്പൊന്നും കുടിച്ചായിട്ട് ഞാൻ ഓർക്കുന്നേ ഇല്ല. ചെറുപ്പത്തിൽ വല്ലതൊക്കെ തന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സൂപ്പ് അവിടുത്തെ സൂപ്പൊന്നും കമ്പയർ ചെയ്യാൻ എനിക്കറിയത്തില്ല. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെടും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ ഇരുന്ന സ്പൈസസിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചേർത്തു. തീരാറായിരുന്നു. അപ്പോൾ തുടക്കത്തിലേ ചേർത്തിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, അത് വേസ്റ്റ് ആവില്ലേ, തിന്നാൻ തോന്നിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ ഒരു പരീക്ഷണങ്ങൾ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, വിശപ്പുള്ളതുകൊണ്ടും പിന്നെ നല്ല ചൂടോടുകൂടി ആഹാരം കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അങ്ങനെ കഴിച്ചു. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. ചുണ്ടിലും മേത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മാതിരി യുദ്ധമായിരുന്നു. രാമൻ കഴിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തെറിക്കും, നൂഡിൽസ് ഇങ്ങനെ വലിച്ച് കയറ്റുമല്ലേ നമ്മൾ. അങ്ങനെ അത് രണ്ടും കഴിച്ചു. രാമേനും കോരയും ഉണ്ടായിരുന്നു കേട്ടോ, കോള. അപ്പോൾ കോളയും കഴിച്ചു.
ഒന്ന് രണ്ട് പേരുള്ളായിരുന്നു, അവരൊക്കെ പോയി. പിന്നെ ഞാനും ആ പുള്ളി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കിവിടെ സ്വിച്ച് അമർത്തിയാൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവർ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾ ഓർഡർ ചെയ്യണം, എക്സ്ട്രാ ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു നേരത്തെ. പിന്നെ ബാഗ് വയ്ക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് സൗകര്യമായിട്ട് ബാഗൊക്കെ വെച്ച് നിവർന്നിരുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു വെറൈറ്റി ഫുഡ് കഴിച്ചു. അതിൻ്റെ റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും വ്ളോഗും ഷോർട്ടൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.